നമസ്കാരം. കോൺഗ്രസിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ എതിർപ്പുയർത്തി രംഗത്ത് വന്നപ്പോഴും എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള നീക്കവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട്. ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള മന്ത്രിസഭയുടെ ശുപാർശ അടങ്ങുന്ന ഫയൽ ലോക് ഭവനിലേക്ക് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ നിയമനം പ്രാബല്യത്തിൽ വരൂ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന ഫയൽ ഗവർണറുടെ ഓഫീസിൽ ലഭിച്ചതായി ലോക് ഭവൻ സ്ഥിരീകരിച്ചു. ഗവർണർ സംസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ ഉടൻ ഫയലിൽ തീരുമാനമെടുക്കുമെന്നും ലോക് ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. തമിഴ്നാടിന്റെ ചുമതല കൂടിയുള്ളതിനാൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജൂലൈ 5 വരെ ചെന്നൈയിലാണ്. ജൂലൈ 6 തിരിച്ചെത്തുന്ന ഗവർണർ അന്ന് തന്നെ നിയമന ഫയലിൽ ഒപ്പുവെച്ചേക്കും. സംഘപരിവാർ അനുകൂലിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ജില്ലാ ജഡ്ജിയായി വിരമിച്ച എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തെ എതിർക്കുന്നത്. പശ്ചാത്തലം സംഘപരിവാർ ആയതുകൊണ്ട് തന്നെ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതിനോട് ലോക് ഭവന് എതിർപ്പില്ല. അതിനാൽ ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുമെന്നാണ് ലോക് ഭവൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ജില്ലാ ജഡ്ജിയായി വിരമിച്ച എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്. നിയമന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ശേഷാദ്രിനാഥിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എതിർപ്പുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. ദീർഘനാളായി ജുഡീഷ്യൽ സർവീസിലായിരുന്നെങ്കിലും സംഘപരിവാർ രാഷ്ട്രീയം പിൻപറ്റുന്നയാളാണ് എൻ ശേഷാദ്രിനാഥൻ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ നിയമനത്തെ എതിർക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് എതിർപ്പ് പരസ്യമായി രംഗത്ത് വന്നവരിൽ ഒരാൾ. സംഘപരിവാറിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ തെളിവുകളുമായിട്ടാണ് PM നിയാസ് നിയമനത്തെ എതിർത്ത് നിലപാടെടുത്തത്. നിയമനം നടത്തുമ്പോൾ ശേഷാദ്രിനാഥിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം സർക്കാർ മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്നാണ് പ്രധാന വിമർശനം. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ SFI നേതാവായിരുന്ന ഇദ്ദേഹം പിന്നീട് സംഘപരിവാർ പാളയത്തിലേക്ക് അടുക്കുകയായിരുന്നുവെന്ന് PM നിയാസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ ചായ്വുള്ള ഒരാളെ ഇത്തരം നിർണായക തസ്തികയിൽ നിയമിക്കുന്നത് സർക്കാരിന്റെ കടുത്ത കെടുകാര്യസ്ഥതയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിമർശനം വന്നതോടെ ശേഷാദ്രിനാഥിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് സംഘപരിവാർ അനുകൂല പോസ്റ്റുകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കരുതെന്നാവശ്യപ്പെട്ട് PM നിയാസ് മുഖ്യമന്ത്രിക്കും KPCC നേതൃത്വത്തിനും കത്ത് നൽകിയിരുന്നു. കണ്ണുള്ളവരെല്ലാം കാണുന്നുണ്ട്, എന്നാൽ കാണേണ്ടവർ കാണുന്നില്ലെന്നായിരുന്നു PM നിയാസ് പ്രതികരിച്ചത്. അതേസമയം നിയാസ് ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. അതേസമയം ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയാസ് ഉന്നയിച്ച വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിയായിരുന്നു മന്ത്രി KM ഷാജി നേരത്തെ രംഗത്ത് വന്നത്. ഒരാൾ വിശ്വാസിയാകുന്നത് തെറ്റായ കാര്യമല്ലെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് സർക്കാർ നിയമനം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തന്റെ വകുപ്പ് നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഷാജി വിശദീകരിച്ചിരുന്നു. ശേഷാദ്രിനാഥിന്റെ യോഗ്യതകളും പശ്ചാത്തലവും കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹം തികച്ചും യോഗ്യനാണെന്നും മന്ത്രി നിലപാടെടുത്തിരുന്നു. കൂടാതെ നിയാസ് ഇത്തരം ഒരു പരാതി ഉന്നയിച്ചതായി തനിക്ക് അറിയില്ലെന്നുമായിരുന്നു നേരത്തെ അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം 1 മാസം കൊണ്ട് സതീശൻ സർക്കാർ സംഘപരിവാറിന്റെ ദാസനായി മാറിയെന്നായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനം. മന്ത്രിമാർ രഹസ്യമായും പരസ്യമായും RSSനോടുള്ള കൂറ് പ്രഖ്യാപിക്കുകയാണ്. BJPക്ക് 3 MLA-മാരാണ് ഉള്ളതെങ്കിലും സംസ്ഥാന ഭരണത്തിൽ അവരുടെ അജണ്ടയാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നതെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചിരുന്നു.